മച്ചാന്മാർ ഒരു അടിപൊളി ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഞാൻ 66 രൂപ നിങ്ങൾക്ക് വിഡ്രോ അടിച്ച് കാണിച്ചു തരുന്നുണ്ട്. അത് 70 രൂപയാണ് വിഡ്രോ അടിക്കുന്നത്. പക്ഷേ ചെറിയ ടാക്സ് ഒക്കെ പോയിട്ട് നമുക്ക് 66 രൂപയാണ് കിട്ടുന്നത്. പക്ഷേ 66 രൂപ 24 മണിക്കൂറിൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുകയും അത് ലൈവായിട്ട് തന്നെ എല്ലാം കാണിച്ചു തരികയും ചെയ്യുന്നുണ്ട്. സോ അത്രയ്ക്ക് അടിപൊളി ഒരു ആപ്ലിക്കേഷനാണ്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിനു മുമ്പ് തന്നെ നമ്മുടെ ഒരു ചാനൽ എന്ന് പറയാൻ നേരത്ത് പുതിയൊരു ചാനലാണ്. അത് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് എന്ന് പറയുമ്പോൾ 2K ഒന്ന് അച്ചീവ് ചെയ്തതേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള അടിപൊളി മണി ഏണിംഗ് ആപ്ലിക്കേഷൻസ് ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ക്യാഷിങ് ആളൊക്കെ ഏൺ ചെയ്തെടുക്കാനും പറ്റുന്നതാണ്. ഓക്കെ, സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ തുടക്കം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ക്യാഷ് ഏൺ ചെയ്യാം. ഏൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ റോക്ക് പേപ്പർ സിസർ എന്ന് പറയുന്ന ഗെയിം നമ്മൾ കൊച്ചിലൊക്കെ കളിച്ചിട്ടുള്ള ആ ഒരു ഗെയിം കളിച്ചാൽ മതിയെന്നേ. ആ ഒരു ഗെയിം കളിച്ച് നിങ്ങൾക്ക് ക്യാഷ് സമ്പാദിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും എല്ലാ കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഒട്ടും തന്നെ സമയം കളയണ്ട, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ. മച്ചാന്മാരെ, അപ്പം രജിസ്ട്രേഷനെല്ലാം കഴിഞ്ഞ് ഓപ്പൺ ചെയ്ത് കഴിയാൻ നേരത്തെ നിങ്ങൾക്ക് ഇതുപോലെ ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും മേളിൽ ഒരു 8 ടിക്കറ്റ് എന്നും 0 കോയിൻസ് എന്നും അതുപോലെ തന്നെ എനിക്ക് 46 രൂപ .77 ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഏൺ ചെയ്ത പൈസയാണ്. അതെങ്ങനെയാണ് ഏൺ ചെയ്യുന്നതെന്നുള്ള കാര്യമൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ താഴെ പ്ലേ ടൈം ഓപ്ഷൻ കാണാൻ പറ്റും. പിന്നെ അതുപോലെ കുറേ ഓഫർ വാൾസ് കാണാൻ പറ്റും, ടാസ്ക്, സർവേ, അതുപോലെ ടിക്കറ്റ് ആൻഡ് ഗെയിംസ്. ആ ഗെയിമൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇൻവൈറ്റ് ഫ്രണ്ട്സും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പ്ലേ ടൈം ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇത് ഞാൻ മിക്ക വീഡിയോയിലും പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. അതായത് നമുക്ക് ഇവിടെ ഒരു ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? 501 രൂപ ടോട്ടൽ കിട്ടുന്ന ആപ്പാണ്. ഓരോ മിനിറ്റിലും നമുക്ക് 8 കോയിൻസ് വെച്ച് കിട്ടിക്കൊണ്ടിരിക്കും. 501 രൂപയല്ല, 501 കോയിൻസ് ആണ് കേട്ടോ. 501 കോയിൻസും ഓരോ മിനിറ്റിൽ 8 കോയിൻസ് വെച്ച് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് തന്നെ നമ്മൾ പ്ലേ നൗ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ മൈ ഗെയിം സെക്ഷനിലേക്ക് വരും. അവിടുന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് എത്ര നേരം വെയിറ്റ് ചെയ്യുന്നോ അത്രയും കോയിൻസ് വെച്ച് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് സംഭവം. കണ്ടില്ലേ? 1 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ 8 കോയിൻസ്, പിന്നെ 1 മിനിറ്റ് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ 8 കോയിൻസ്, പിന്നെ 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ 8 കോയിൻസ്, അങ്ങനെ നമ്മൾ എത്രത്തോളം ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് അതിലോട്ട് ഓപ്പൺ ചെയ്ത് വെക്കുന്നോ അത്രത്തോളം നമുക്കിവിടെ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അങ്ങനെ ടോട്ടൽ 501 രൂപ വരെ 501 കോയിൻസ് വരെ നമുക്ക് സമ്പാദിക്കാനായിട്ട് പറ്റും ഒരൊറ്റ ആപ്പ് വഴി. അത് കഴിഞ്ഞ് പിന്നെ ആപ്ലിക്കേഷൻസ് വരെ അതെല്ലാം ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ബെസ്റ്റ് ടാസ്ക്. ആ ബെസ്റ്റ് ടാസ്ക് എന്ന് പറയുന്ന നേരത്ത് ഓരോ ഓഫർ വാൾസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഓരോ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ? അപ്പം 2900 കോയിൻസ്, 2300 കോയിൻസ്, 37,000 കോയിൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കോയിൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അവർ പറയും, ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാനാണ് പറയുന്നതെങ്കിൽ രജിസ്റ്റർ ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഗെയിം ആണെന്നുണ്ടെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്ത് ഇത്ര ലെവൽ എത്താനാണ് പറയുന്നതെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ ചിലതിനകത്താണെന്നുണ്ടെങ്കിൽ ഓരോ ഗെയിംസ് ഒക്കെ ആയിരിക്കും. അതായത് ഇപ്പം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആ ഒരു ഗെയിമിൻ്റെ ഇത്രാമത്തെ ലെവൽ വരെ എത്തുക, അല്ലെങ്കിൽ ഇത്ര കാര്യങ്ങൾ കളക്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഓരോ കണ്ടീഷൻസ് ആയിരിക്കും ഓരോന്നിനും. അപ്പോൾ കണ്ടീഷൻസിൻ്റെ നമ്മൾ ചെയ്യുന്ന ഹാർഡ്നെസ് കൂടുന്നതനുസരിച്ച് നമുക്ക് എമൗണ്ടും കൂടും. ആൻഡ് നമ്മുടെ ഹാർഡ്നെസ് എഫോർട്ടൊക്കെ കുറയുന്നതനുസരിച്ച് നമുക്ക് ആ ഒരു എമൗണ്ടും കുറച്ചായിരിക്കും കിട്ടുന്നത്. ചിലതൊക്കെ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ മാത്രം മതിയായിരിക്കും. എന്നിട്ട് നേരെ ബാക്ക് അടിക്കുമ്പോൾ കോയിൻസ് ആടാവുന്നതായിരിക്കും. ചിലതൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ചിലതൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്തിപ്പം അതിനകത്ത് എന്തെങ്കിലും ഒരു ഓപ്ഷൻ ചെയ്യണമെന്ന് പറയും. അങ്ങനെ പല ഇതുമുണ്ട്. അപ്പോൾ അത് ഒരെണ്ണത്തിൽ മാത്രമാണ് അത് ഞാൻ കാണിച്ചത്. ഇനി അതുപോലെ തന്നെ വേറെയും കുറേ ഉണ്ട്. അതിൽ ഓരോന്നിലും ക്ലിക്ക് ചെയ്യുന്ന നേരത്ത് അതിനകത്ത് നിങ്ങൾക്ക് വേറെ ഓരോ ആപ്ലിക്കേഷൻസും ഓരോ ടാസ്കും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. സോ അങ്ങനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ കോയിൻസും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ സർവേയുടെ ഓപ്ഷൻ ഇപ്പോൾ കാണിച്ചതുപോലെ തന്നെയാണ് അതിനകത്ത് സർവേസ്. ഇതിനകത്ത് ഓരോ സർവേസ് ഉണ്ട്. ആ സർവേസൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ആ ഒരു കോയിൻസും കാര്യങ്ങളൊക്കെ സമ്പാദിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ നേരത്തെ ഞാൻ ടാസ്ക് കാണിച്ച സെയിം സംഭവം തന്നെ. പിന്നെ അടുത്തത് ടാസ്ക്, സർവേ, ടിക്കറ്റ്, ഗെയിം. ഈ ടാസ്കും സർവേ നേരത്തെ മേളിൽ കാണിച്ച സെയിം സാധനങ്ങളൊക്കെ തന്നെയാണ്. ഇനി ഈ ടിക്കറ്റും ഗെയിമും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മറ്റേ സ്റ്റോൺ പേപ്പർ സിസർ ഗെയിം കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ടിക്കറ്റ് എന്ന് പറയുന്ന നേരത്ത് നിങ്ങൾ ഓരോ പരസ്യം കാണുമ്പോൾ അനുസരിച്ച് നിങ്ങൾക്ക് അവിടെ ടിക്കറ്റ് കൂടിക്കൊണ്ടേയിരിക്കും. ഇപ്പം കണ്ടില്ലേ 8 ടിക്കറ്റാണുള്ളത് അല്ലേ? ടിക്കറ്റിലോട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് വാച്ച് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു പരസ്യം വരും. ഒരു പരസ്യം കണ്ട് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ 8 ടിക്കറ്റ് എന്ന് പറയുന്നത് നേരെ 10 ടിക്കറ്റിലോട്ടായിട്ടുണ്ട്. കണ്ടില്ലേ? സോ അതുപോലെ നിങ്ങൾക്ക് ഓരോ ടിക്കറ്റ് ഇങ്ങനെ ഓരോ 2 ടിക്കറ്റ് വെച്ചിട്ട് ഓരോ പരസ്യം കാണുമ്പോൾ നിങ്ങൾക്ക് ടിക്കറ്റ് ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ടിക്കറ്റ് അങ്ങനെ കളക്ട് ചെയ്യാം. അങ്ങനെ പിന്നെ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു, പിന്നെ പരസ്യം കാണുന്നത് ക്ലോസ് ചെയ്യുന്നത് 12 ടിക്കറ്റായി. സോ ഇങ്ങനെ ടിക്കറ്റ് കളക്ട് ചെയ്തിട്ട് ആ ഒരു ടിക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഗെയിം കളിക്കേണ്ടത്. റോക്ക് പേപ്പർ സിസർ ഗെയിം കാര്യങ്ങളൊക്കെ കളിക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ കോയിൻസ് ഏൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം ഞാൻ പറഞ്ഞു. സോ ഇനി ഓരോ ഓപ്ഷൻസ് യൂസ് ചെയ്ത് ഞാൻ കോയിൻസ് ഏൺ ചെയ്യുവാണ്. ഏൺ ചെയ്ത് അത് ക്യാഷിലോട്ട് കൺവേർട്ട് ചെയ്ത് എനിക്കിപ്പോൾ മൊത്തത്തിൽ 116 രൂപയായിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും 110. അപ്പം ഇത് 1-2 ദിവസം കൊണ്ടല്ല എടുക്കുന്നത് കേട്ടോ. കുറേ അധികം ദിവസങ്ങൾ കൊണ്ടാണ് നമ്മൾ അത്രയും ഒരു ക്യാഷ് ഏൺ ചെയ്തത്. സോ നിങ്ങൾക്ക് നല്ല രീതിയിൽ ടൈം എടുക്കും ഏൺ ചെയ്യാനായിട്ട്.
പിന്നെ ഇനി അതുപോലെ തന്നെ അതിനകത്ത് ഗെയിം എന്താണെന്നുള്ള കാര്യം ഞാൻ കാണിച്ചത്. നമ്മൾ പ്ലേ ടൈം കാര്യങ്ങളൊന്നും അല്ല, അല്ലാതെ ഗെയിം എന്നായിട്ടുണ്ടല്ലോ താഴെ കണ്ടില്ലേ. ആ ഒരു ഗെയിമിലോട്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ 2 ഓപ്ഷൻസ്, പ്ലേ നൗവും സ്ക്രാച്ച് നൗവും. അത് നമുക്ക് പ്ലേ നൗ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കാണാൻ പറ്റും സ്റ്റോൺ പേപ്പർ സിസർ അല്ലെങ്കിൽ റോക്ക് പേപ്പർ സിസർ എന്ന് പറയുന്ന ആ ഒരു ഗെയിം. സോ താഴെ നമുക്ക് ഇഷ്ടമുള്ളവണ്ണം സെലക്ട് ചെയ്യാം. കമ്പ്യൂട്ടർ അവിടെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വെക്കാൻ നിന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വെച്ചു, അപ്പോൾ നമ്മളാണ് ഇവിടെ വിൻ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് അവിടെ 50 പോയിൻറ്റ്സ് കിട്ടി. ഒരു പരസ്യം കണ്ടാണ് ക്ലെയിം ചെയ്യേണ്ടത്. കാണാൻ പറ്റുന്നത് 50 കോയിൻസ് നമുക്ക് അവിടെ ആഡ് ആയിട്ടുണ്ട്. ആൻഡ് എഗെയിൻ നമുക്ക് പ്ലേ കൊടുക്കാം. പ്ലേ നൗ കൊടുക്കുന്നു, നമ്മൾ അടുത്തത് താഴെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അവിടെ കമ്പ്യൂട്ടർ അവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. സോ നമ്മളിപ്പോൾ ഒരെണ്ണം സെലക്ട് ചെയ്തു, അതാണെങ്കിൽ ഡ്രോ ആയിരുന്നു. ഡ്രോ ആണെങ്കിലും നമുക്ക് 20 പോയിൻറ്റ്സ് കിട്ടും. സോ അങ്ങനെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ കോയിൻസ് അവിടെ കളക്ട് ചെയ്തെടുക്കാനായിട്ട് വരും. ഓരോ ഗെയിം കളിച്ച് കോയിൻസ് ചേഞ്ച് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഓരോ ഗെയിം കളിക്കുമ്പോഴും ഓരോ ടിക്കറ്റ് വെച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, അങ്ങനെ ടിക്കറ്റ് തീർന്നു കഴിഞ്ഞാൽ പിന്നെയും നമ്മളവിടെ ആഡ്സ് കണ്ട് ടിക്കറ്റ് കളക്ട് ചെയ്യുക. ദെൻ കളിച്ച് കോയിൻസ് ആക്കുക. ടിക്കറ്റ് വെച്ച് നമ്മൾ കോയിൻസ് ആക്കുന്നു, അതാണ് സംഭവം. ഇനി അതുപോലെ തൊട്ടപ്പുറത്താണ് സ്ക്രാച്ച് നൗ ഓപ്ഷൻ. അതിലോട്ട് ക്ലിക്ക് ചെയ്ത് സ്ക്രാച്ച് കാണാൻ വരും. നമുക്ക് 35 കോയിൻസ് അവിടെ സ്ക്രാച്ച് കാർഡിൽ കിട്ടി. അപ്പോൾ അത് കണ്ടില്ലേ, അവിടെ കോയിൻസ് കൂട്ടുന്നുണ്ട്. പിന്നെയും നമുക്ക് സ്ക്രാച്ച് ചെയ്ത് കോയിൻസ് എടുത്തുകൊണ്ടിരിക്കുക. കോയിൻസ് അങ്ങനെ ആഡായിക്കൊണ്ടിരിക്കും. ടിക്കറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. ടിക്കറ്റ് അവിടെ നിന്ന് കളക്ട് ചെയ്തെടുക്കുക. ഇനി ഏൺ ചെയ്ത കോയിൻസും കാര്യങ്ങളൊക്കെ രാത്രി 12 മണി കഴിയാൻ നേരത്ത് കൺവേർട്ട് ചെയ്ത് റുപ്പീസിലേക്ക് ഇവിടെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ചെറിയ എമൗണ്ട് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത്. അതായത് കുറേ നാളെടുക്കും, അതാണ് മെയിൻ കുഴപ്പമെന്ന് പറയുമ്പോൾ. പക്ഷേ എന്തായാലും ക്യാഷ് കിട്ടും. നിങ്ങൾ സമ്പാദിച്ച് കഴിഞ്ഞാൽ അത് വിട്രോടിച്ചെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന നേരത്ത്. ഇപ്പം തന്നെ കണ്ടില്ല, 116 രൂപ ഞാനിവിടെ ഏൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഈ കളക്ട് ചെയ്ത കോയിൻസൊക്കെ രാത്രി 12 മണി കഴിയാൻ നേരത്ത് കൺവേർട്ട് ചെയ്ത് ആ റുപ്പീസിലേക്ക് വരുന്നതായിരിക്കും. ഓക്കെ, അത്രേ ഉള്ളൂ പരിപാടി എന്ന് പറയുമ്പോൾ. വളരെ സിമ്പിളാണ്. സിമ്പിളായിട്ട് തന്നെ ക്യാഷിങ് കാലൊക്കെ ഏൺ ചെയ്യാം. മീൻസ് ഈ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ആ പ്ലേ ടൈം ഗെയിംസും ആ ഓഫേഴ്സ് കംപ്ലീറ്റ് ആക്കാൻ നല്ല രീതിയിൽ തന്നെ കോയിൻസ് എടുക്കാം. ഇനി അതുപോലെ തന്നെ ഇൻവൈറ്റ് ഫ്രണ്ട്സ് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ റെഫർ ചെയ്തുകൊണ്ട് ക്യാഷിങ് കാലൊക്കെ ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ റെഫർ ചെയ്തെന്ന് വെച്ചോ. അപ്പോൾ ആ ഒരു ഫ്രണ്ട് ഇതിനകത്ത് ക്യാഷേഴ്സ് കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യുമല്ലോ. അങ്ങനെ ഏൺ ചെയ്ത് അവൻ എത്രയാണോ വിട്രോ അടിക്കുന്നത്, അവൻ വിട്രോ അടിക്കുന്നതിൻ്റെ 20% നിങ്ങൾക്ക് കിട്ടും. മനസ്സിലായില്ലേ? അവനിപ്പം ഇപ്പോൾ ഒരു 75 രൂപയാണ് ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ 75-ന് 20% എത്രയാണോ അത്രയും നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ അവന് അതിൻ്റെ 10% എക്സ്ട്രാ ബോണസായിട്ട് കയ്യിൽ കിട്ടും. ഓക്കെ, മനസ്സിലായില്ലേ? അതായത് അവൻ ക്യാഷും കാര്യങ്ങളൊക്കെ സമ്പാദിക്കുമ്പോൾ നിങ്ങൾക്കും ക്യാഷ് സമ്പാദിക്കാം. അതിൻ്റെ കൂടെ അവന് തന്നെ ക്യാഷും കിട്ടുകയും ചെയ്യും. അതായത് ബോണസായിട്ട് അവൻ ആഡാകുകയും ചെയ്യും. മനസ്സിലായില്ലേ? സോ അതാണ് സംഭവം. നിങ്ങൾ മാക്സിമം കൂട്ടുകാരെയൊക്കെ റെഫർ ചെയ്ത് അവർ ക്യാഷ് സമ്പാദിച്ച് വിട്രോ അടിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ കിട്ടും. അതായത് അവർ കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ക്യാഷും കിട്ടത്തുള്ളൂ. മനസ്സിലായില്ലേ? സോ നിങ്ങൾക്ക് അവിടെ ക്യാഷ് ആഡാവുന്നുണ്ടെങ്കിൽ അവൻ അവിടെ ക്യാഷ് ഏൺ ചെയ്തിട്ടാണ്. മനസ്സിലായില്ലേ? സോ അതാണ്. അപ്പം ക്യാഷും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാനൊക്കെ പറ്റും. മാക്സിമം ട്രൈ ചെയ്യാനായിട്ട് റെഫറൊക്കെ ചെയ്ത്. പിന്നെ അതുപോലെ തന്നെ വിട്രോ അടിക്കാനായിട്ട് നോക്കാം. വിട്രോ അടിക്കാൻ നിങ്ങളിവിടെ കാണാനായിട്ട് പറ്റും. ഞാൻ ഇതിനു മുമ്പ് 70 രൂപ അതിനും അതുപോലെ 140 രൂപ വിട്രോ അടിച്ചെടുത്തിട്ടുണ്ട്. 2 വട്ടം ഞാൻ വിട്രോ അടിച്ചിട്ടുണ്ട്. ഇനി അഗെയിൻ ഞാൻ വിട്രോ അടിക്കാനായിട്ട് പോവാണ്. വിട്രോ അടിക്കാനായിട്ട് നിങ്ങൾ UPI കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാൻ UPI എൻ്റർ ചെയ്തിട്ടുണ്ട്. ട്രാൻസ്ഫർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റും മിനിമം റെഡീം എന്ന് പറയുമ്പോൾ 35 രൂപയാണ്. അതുപോലെ 70 രൂപ, 140 രൂപ. പക്ഷേ എനിക്കിപ്പോൾ 140 വിട്രോ അടിക്കാൻ ഒക്കത്തില്ല, കാര്യം 116 ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഞാനിവിടെ 70 രൂപയാണ് ഇപ്പോൾ വിട്രോ അടിക്കുന്നത്. സോ നമ്മൾ 70 സെലക്ട് ചെയ്ത് നേരെ വിട്രോ അടിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കാണാനായിട്ട് പറ്റും പ്രോസസ്സിംഗ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് 24 മണിക്കൂർ എടുക്കും. അതിനുള്ളിലാണ് കിട്ടുന്നത്. സോ നിങ്ങളുടെ കാണാൻ പറ്റും ആ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ടാക്സും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്. 66 രൂപയാണ് നമുക്ക് കിട്ടിയത്. 4 രൂപ അവർ ടാക്സ് ആയിട്ട് പിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആപ്ലിക്കേഷൻ്റെ പേരുൾപ്പെടെയാണ് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. RPS, അതായത് റോക്ക് പേപ്പർ സിസർ. ഓക്കെ, സോ പേയ്മെൻറ്റൊക്കെ പക്കയായിട്ടും ഈ ഒരു ഇത്ര പെർസെൻറ്റേജ് ടാക്സും കാര്യങ്ങളൊക്കെ പിടിക്കുന്നുണ്ട്. അത് മാത്രമേ കുഴപ്പമായിട്ടുള്ളൂ. സോ പേയ്മെൻറ്റൊക്കെ പക്കയായിട്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും മാക്സിമം പെട്ടെന്ന് തന്നെ ക്യാഷും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാനും വിട്രോ അടിച്ചെടുക്കാനും നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്തേക്കാം. അപ്പോൾ ഇനി മറ്റൊരു അടിപൊളി വീഡിയോ കാണുന്നവരേക്കും ഇറ്റ്സ് മീ മണി ട്രിക്സ്. ബൈ ഗൈസ്.